ഹായ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഡേ വ്ളോഗ് ആട്ടോ. അതായത് നാളെ മിഥുനത്തിലെ കാർത്തിക, നമ്മുടെ മോളുടെ നക്ഷത്ര പിറന്നാൾ നാളെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ വരെയുള്ള, അതായത് നക്ഷത്ര പിറന്നാൾ കഴിയുന്ന വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാന്ന്. ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മ അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ബാക്കിയുള്ള കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ എടുത്ത് അവിടെ പോയിട്ട് അവരോട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്നാണ് നമ്മുടെ ഒരു പ്ലാന്. പൊതുവെ അവളുടെ പിറന്നാൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഘോഷിക്കാറില്ല. കാരണം ജൂലൈ 30 അറിയാം, വയനാട് ദുരന്തം സംഭവിച്ച അന്നാണ് അവളുടെ ബർത്ത്ഡേ. അപ്പം അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് നടത്തുന്നില്ല. ഇതും വലുതായിട്ട് നടത്തുന്നില്ല, ഞങ്ങൾ മാത്രം ആഘോഷിക്കാനാണെന്ന് വിചാരിക്കുന്നു. വലുതായിട്ടൊന്നുമില്ല. അപ്പം ഇപ്പൊ നമുക്ക് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മൾ രാവിലെ ഇവിടുന്ന് ഇതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോകണല്ലോ. അപ്പൊ പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, തേങ്ങ അരച്ച് വെക്കണം, കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർഡ് ചെയ്യണം. അപ്പം ഞാനും ഏട്ടനും കൂടെ അതിനുള്ള പരിപാടിയിലാണ്. ഓരോന്നോരോന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും തേങ്ങ ഉരിച്ചു വെച്ചതാട്ടോ. ഇത് നമ്മുടെ നാളത്തെ കറിക്ക് വേണ്ടി മാത്രമല്ല, കുറച്ച് ചിരകി പാത്രത്തിനകത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ ഏട്ടനുള്ള സമയത്ത് ഞാൻ ഇത് പൊട്ടിച്ച് വെപ്പിച്ചിട്ടുണ്ട്. ഇനി ടൈം കിട്ടുമ്പോൾ വന്ന് ചിരകി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങനെ തേങ്ങ ഒക്കെ ചിരകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് മോക്ക് ഫുഡും കൊടുത്ത് അവൾ ഉറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 12 മണിയായിട്ടോ. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്തെ പിടിച്ചു വലിച്ച് ഞാൻ വന്നിട്ടുണ്ട്. കാരണം അവൾ നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് റൂമിൽ കുറച്ച് ബലൂൺസ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. കുറഞ്ഞ റേറ്റ് ഉള്ളൂ, അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പം ഇതൊക്കെ ഏട്ടന് ഇവിടുന്ന് ഈ ഒരു സാധനം കണ്ടില്ലേ, മറ്റേ ബലൂണിൽ കാറ്റിറക്കുന്ന അതുകൊണ്ട്. അപ്പം ഏട്ടൻ ഇവിടുന്ന് ഇത് ചെയ്തോട്ടെ. ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് എന്താ പറയാ, പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാനുള്ള ടൈമുണ്ട്. അപ്പൊ രണ്ടാളും കൂടെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. അതല്ല എന്താ സ്റ്റാർ. ഞാൻ വാങ്ങിയത് നമ്മുടെ നക്ഷത്ര പിറന്നാളിനാണല്ലോ. അപ്പൊ സ്റ്റാർ ആണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാണ് ബലൂണാക്കുക, ഫ്ലോപ്പ് ആണോന്നൊന്നും അറിയില്ലല്ലോ. ഈ ആ സാധനം പൊളിച്ചിട്ടാ കുറേ ഇങ്ങനത്തെ മഞ്ഞ സ്റ്റാറുകൾ ഉണ്ട്. ഒന്ന് അതായിട്ടുള്ളത്. പിന്നെ ഒരു ടാപ്പാന്ന് തോന്നുന്നു, ടേപ്പ് ഉണ്ട്. പിന്നെ വേറൊരു ടേപ്പ് ഉണ്ട്. അത് കൂടാതെ കുറെ മഞ്ഞയും ലൈറ്റ് കളർ, വെള്ള കളറൊക്കെ ബലൂണുകളും വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കോല് വരുന്നുണ്ട്. ഇത് എന്തിനാന്ന് അറിയില്ല. അത്രയും ഇത് കാറ്റ് നിറയ്ക്കാനാണ് കോല് വെച്ചിട്ട് ആണ്. അങ്ങനെയാണോ? എന്നാ അങ്ങനെ എന്നിട്ട് ഒട്ടിക്കാം. ചെയ്തു അല്ല, ഊതിയിട്ട് ആക്കൂല. ഊതിയെന്ന് പറയും തോന്നുന്നു. സെറ്റ്. നമുക്ക് കുറച്ച് ലൈറ്റിന്റെ കുറവുണ്ട്. വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, മറ്റേ LED ലൈറ്റ്. പക്ഷെ പോവാനും മറന്നുപോയി, പോയ ഏട്ടനോട് എടുക്കാനും മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ റൂമിൽ കുറച്ച് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മോൾ എണീക്കുന്ന സമയത്ത് എന്തോ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പച്ചക്കറി ആയിട്ടിട്ട. കാരണം വെച്ചാൽ ഏട്ടൻ ഇതൊക്കെ ഇതാക്കി വെച്ചിട്ട് ഏട്ടൻ അങ്ങ് പോവും. പിന്നെ എനിക്കായിരിക്കും പണി കിട്ടുക. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടുന്ന് കട്ട് ചെയ്യേണ്ടി. അപ്പൊ ഞാൻ ഇന്ന് പച്ചക്കറി കട്ട് ചെയ്യട്ടെ. ഏട്ടനാണെങ്കിൽ പകുതി ഉറക്കിലാട്ടുള്ളത്. നമുക്ക് ഈ മാസം നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ദിവസം അനിയത്തിന്റെ മോള് സിയാൻ, എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ വീഡിയോ കാണുന്ന സിയയുടെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇറ്റ്സ് മീ ഇറ്റ്സ് മീ ജിനില എന്ന് പറഞ്ഞിട്ട് എന്റെ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും എന്റെ അനിയത്തിനെ കാണുന്നുണ്ട്, അറിയാത്ത ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ അത് കയറി നോക്കാം കേട്ടോ. ഇറ്റ്സ് മീ ജിനില. അവളുടെ ഇപ്പൊ വ്ലോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബലൂണ് കാറ്റടിക്കുന്നുണ്ടോ? അതിന്റെ ഉള്ളിൽ എന്തോ സാധനം ഉണ്ട്. എല്ലാ ബലൂണിന്റെ ഉള്ളിലും ഉണ്ട്. നിങ്ങൾ ഇട്ടതാ? ഞാനാണെങ്കിൽ ഇപ്പൊ ഓർത്തത്, കടല നമ്മൾ വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പൊ കടല നല്ലോണം കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാം. എന്താണ്, റൈസ് കുക്കറിനകത്ത് വെക്കാം. അപ്പൊ കുറച്ചൊന്ന് വെന്ത് കിട്ടും. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ കിച്ചൺ കാണേണ്ട അവസ്ഥയാട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കാം. 2 മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരു ചായയും കൂടെ അങ്ങ് ഉണ്ടാക്കാം. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം, കടലേൻ്റെ അകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. പുഴുങ്ങിയ മുട്ടയും ചായയും നല്ല കോമ്പിനേഷനാണ്. അപ്പം മുട്ട എന്താണെങ്കിലും പുഴുങ്ങിയിട്ടുണ്ട്. ഇനി ചായയും കൂടെ ഉണ്ടാക്കാം. കട്ടൻ ചായയോ സാധാ ചായ. രാത്രി പാലൊഴിച്ച ചായ തന്നെ കുടിക്കാം. പാൽ, അയ്യോ എൻ്റെ അമ്മ ഇവിടെ ഒക്കെ വെള്ളമാണ് ഇപ്പൊ വീണത്. പാല് ഇവിടെ സെപ്പറേറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ. 5 എത്ര പേക്കാച്ചുണ്ട് വാങ്ങിയ പാല്? 5 പേക്കാന്ന് തോന്നുന്നു. 5 പേക്ക് പാലുണ്ട്. നമുക്ക് നാളെ പായസത്തിന് 6 പേക്കൊക്കെ വേണ്ടി വരുമെന്നാ തോന്നുന്നു. എന്താണെങ്കിൽ ഇതിനകത്ത് 1 പേക്ക് എടുത്തിട്ട് ചായ ഉണ്ടാക്കാം. അമ്മേ ഇങ്ങനെ, അയ്യോ പാല് പാക്കറ്റ് പൊട്ടിയുണ്ടല്ലോ. ഇത് പിടി, അയ്യോ ഇത് പിടി പിടി പിടി. ഇതിലേതാ പൊട്ടിയെ? ഇതിപ്പോ വല്ലാത്ത പണിയായിപ്പോയി. നോക്കിയില്ലെങ്കിൽ ഇപ്പൊ പാല് മൊത്തം പോയേനെ. ഇതുണ്ടോ, ഇതിന്റെ അടിയിൽ ഫുള്ള് പാലായി. ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത് ഓരോന്നൊക്കെ ഇങ്ങ് വന്നു. ഒരു ചായന്റെ പാല് പോയി. പാലിപ്പോ പൈസ കൂടിയ ടൈമല്ലേ, ഗ്രഹനാഥയായി. എന്തായാലും പോയി. ഇത് നമുക്ക് ചായ ഉണ്ടാക്കാം. സത്യത്തിൽ ഈ വീട്ടിൽ മാത്രമാണ് രാത്രി പണിയെടുക്കുന്ന ആൾക്കാർ. രാവിലെ ഒരു സൗണ്ടും വിടുന്നുണ്ടാവില്ല. കാരണം ഞാൻ മോള് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് മോളെ ചീത്ത പറയുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ എനിക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടാവും, ഇവിടെ വീട്ടിലെ ജോലി ഉണ്ടാവും. കുറച്ച് സമയം അവൾ ഉറങ്ങുമ്പോൾ ഞാനും ഉറങ്ങും. അങ്ങനൊക്കെ ടൈം പോവും. രാത്രി ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വരും. പിന്നെ ഇവിടെ തട്ടലും മുട്ടലും ഞങ്ങളെ സംസാരങ്ങളും. കാരണം ഞങ്ങൾ സംസാരിക്കാനും നേര് കാണുന്നൊക്കെ രാത്രിയായിരിക്കും. അങ്ങനെ പാവം ഉറങ്ങിക്കൊണ്ടുന്ന ആളാണ് ഇപ്പൊ വല്ലോണം മുറിപ്പിച്ച് നിൽക്കാണ്. ഇവിടെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ പേടിയാണ്. കാരണം ഏട്ടന് നല്ല സ്ട്രോങ് ചായ വേണം. എനിക്കാണെങ്കിൽ ഏട്ടനോട് കൂടി ഞാൻ അത്യാവശ്യം സ്ട്രോങ് ഇപ്പം കുടിക്കലുണ്ട്. എന്നാൽ എത്ര ഉണ്ടാക്കി കൊണ്ടു കൊടുത്താലും പറയും ഇതിന് സ്ട്രോങ് ഇല്ല, വേണ്ട വേണ്ടെന്ന് പറയും. സ്ട്രോങ് കുറവാണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒഴിച്ചു വെക്കട്ടെ ഒരു ഗ്ലാസ്സിനകത്ത്. എൻ്റെ ഏട്ടന് വേറെ തന്നെ കൊടുക്കാം. മുട്ടയും റെഡി, ചായ റെഡി, കൊണ്ടാ കൊടുക്കട്ടെ. മോളാണെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നല്ല, അതായത് പൊന്നും അമ്മയും കൂടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ബർത്ത്ഡേക്ക്. അതൊക്കെ ഇട്ടാണ് കിടത്തിയത്. ഇങ്ങനെ അവള് വിചാരിച്ച് വണ്ടിയിൽ പോവാൻ വേണ്ടിയാണ്. എന്നിട്ട് ബ്രൂ പോവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, രാവിലെ എണീറ്റിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാലോ, അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉടായിപ്പല്ലേ, പണിയെടുക്കുന്നില്ല. സ്ട്രോങ് ചായ മുട്ടാതെ. എനിക്കാണെങ്കിൽ നല്ല മീൻ ഇങ്ങനെ രാവിലെ ഉണ്ടാക്കിയ, പിന്നെ അമ്മ കൊണ്ടുവന്ന ചക്കക്കുരുവിന്റെ കറി, പപ്പടം, ചക്കക്കുരുവിന്റെ കറി, പപ്പടം, ചോറ് കേട്ടോ. അപ്പൊ അതും കൂട്ടി കഴിക്കട്ടെ. നോക്കൂ ശരി കേട്ടോ. ശരി, ഫുഡ് കഴിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ പച്ചക്കറികളൊക്കെ, അതായത് നമ്മുടെ എന്താ ഊട്ടുകറിക്ക് വേണ്ട സാധനങ്ങൾ, അവിയലിന് വേണ്ടത്, ഇതെന്തായിരുന്നു നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടത് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റണം. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നമ്മൾ വറുത്ത് അവിയലും ഊട്ടുകറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. അപ്പം ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ കുക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ, അടുക്കള നമ്മൾ അടയ്ക്കാൻ പോവാണ്. ഇനി മോളുടെ ബർത്ത്ഡേന്റെ കാര്യങ്ങൾ റൂമിൽ പോയിട്ട് സെറ്റ് വിട്ട് മോളെ എണീപ്പിക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് എന്താ പറയാ, ആ ഒരു ഇതൊക്കെ വൈബൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ സർപ്രൈസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ സർപ്രൈസ് ഒരുക്കാൻ വേണ്ടി പോവാട്ടോ. ഏട്ടനെ കാണിച്ചു കൊടുക്കട്ടാ. നമ്മൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മെഴുകുതിരി ഇതുപോലെ കത്തിച്ച് അങ്ങോട്ട് ഒരു എൻ്റെ മോള് സെറ്റ് ചെയ്തിട്ട്, ചോക്ലേറ്റ് ഇല്ല മുട്ടായികളൊക്കെ ഇതുപോലെ ഓരോ കപ്പ് കേക്കിൻ്റെ ഇതിനകത്ത് പല കളറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ബലൂണ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇതൊന്ന് നോക്കട്ടെ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നല്ല. പിന്നെ നമ്മുടെ കേക്കും റെഡിയാണ്. ഞങ്ങളിവിടെ അതിസാഹസികമായിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാതെ സംസാരിക്കാൻ പറ്റൂല. നമ്മളറിയാതെ നല്ല ബലൂണൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എക്സൈറ്റ്മെന്റ് ആവും.
കുഞ്ഞ് റെയിൻബോ കേക്ക് കേട്ടോ വാങ്ങി. റെയിൻബോ ഉള്ളിൽ റെയിൻബോ എല്ലാം തോന്നുന്നു. അവിടെ ഇതേ ഉള്ളൂ, ഇപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. ഇതൊരു കത്തിക്കട്ടെ, കത്തോ ലാവ് കത്തുമല്ല വേണ്ടോ. അപകടം 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 അതൊക്കെ കൊണ്ട് പക്ഷേ വെള്ളത്തിൽ കൊണ്ടിട്ട് കയ്യിൽ നിന്ന് വീണു. വെള്ളം തുറത്തിട്ട്. ലൈറ്റ് വേണ്ടല്ലേ. ഇങ്ങോട്ട് നോക്ക്, കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഈസമോൾ. ഇങ്ങോട്ട് വാ ഇസ, ഇങ്ങോട്ട് ഇസ. ഇങ്ങോട്ട് നോക്ക്, മുന്നിൽ നോക്ക്. എടി ഹാപ്പി ബർത്ത്ഡേ ഈസമോൾ, ഹാപ്പി ബർത്ത്ഡേ ഈസമോൾ. എങ്ങനെയുണ്ട് ഈസ? സൂപ്പറാണോ? അവളുടെ നല്ല ഇത് കിട്ടിയോന്ന് അറിയൂല സച്ചിനേട്ടാ. പെട്ടെന്നായിരുന്നു എണീക്കലൊക്കെ. രാത്രിയല്ലേ. അത് ഞാൻ അമ്മയ്ക്കില്ല ഹാപ്പി ബർത്ത്ഡേ. ഇതാളൂ. ഓക്കെ മതി മതി. സൂപ്പർ. മുട്ടായിനോ മുട്ടായിനോ. സമയം എത്രയെന്ന് അറിയാ എനിക്ക്? 3 മണിയായി. നമുക്ക് ഉറങ്ങണ്ടേ? എന്തിനോ കേക്ക് വെക്കുമ്പോ പോയി കിടക്കാമല്ലോ. വാവ് ഉറങ്ങാതെ. സച്ചിനേട്ടാ ഓരോ കഷ്ണം ഇങ്ങനെ മുറിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടാക്കുക. അച്ഛനേട്ടാ എനിക്കൊരു കഷ്ണം കേക്ക് ഇതാ. അമ്മയ്ക്കൊരു കേക്ക്, അമ്മയ്ക്കൊരു കഷ്ണം കേക്ക് ഇതാ. നിങ്ങൾ മുറിക്കും വല്ല മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടോ? അമ്മ മുറിക്കട്ടെ. നിങ്ങളിപ്പൊ കൊണ്ടാച്ചാൽ തന്നെ കൊണ്ടാക്കട്ടോ. വലുത് നോക്കണ്ടേ, ചെറിയ കഷ്ണം വെച്ചാൽ മതി എന്നോടെ. ഇനിയും വന്ന് മുറിച്ചട്ടോ മോളെ. എന്നാ കൊടുക്ക് അതങ്ങ് കൊടുക്ക്. മറ്റേ എടുക്ക്. ഗുഡ് ബോയ്. ഓക്കെ. ഇനി മതി, വാ ഉറങ്ങാൻ പോവാലോ. പിന്നെ ഇത്ര നേരത്തെ ഞങ്ങളെ കഷ്ടപ്പാടിന് കണ്ടിക്കില്ലല്ലോ. ഒക്കെ കേക്കിന്റെ മോളത്. ബലൂണൊക്കെ എങ്ങനെ ഉണ്ട്? ഇനി പോയി കൈ കഴിയിട്ട് ബലൂണിലൊക്കെ കളിച്ചോ. നമുക്ക് ബലൂണിന്റെ ഉള്ളിൽ കിടന്ന് വാ ഉറങ്ങാ. അതാ മുട്ടായി അവിടെ ഇട്ട. മുട്ടായി എന്താ അവിടെ ഇട്ടെ? അപ്പൊ എന്തായാലും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ കിടന്ന് ഉറങ്ങാൻ ടൈം ഉണ്ടോന്ന് അറിയില്ല. ഉറങ്ങാൻ പോവാണ്. ഇവിടെ ഉറക്കിയിട്ട് മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നാളത്തെ പരിപാടികൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ രാവിലെ ആയി. മോളവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളോട് ഫോൺ വാങ്ങിയിട്ടാണ് കരയുന്നത്. ഫോൺ കൊടുക്കട്ടെ, ബർത്ത്ഡേ ആയിട്ട് കരയിക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടൻ കൂട്ടാൻ വേണ്ടി വരും. എല്ലാം പാക്കാക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ കാണിച്ചു തരാം.
ഫസ്റ്റ് നമ്മുടെ ഊട്ടുകറി റെഡിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിയൽ റെഡിയാണ്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, കൂടാതെ നമ്മുടെ പായസവും റെഡിയായിട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. എല്ലാം കഴിഞ്ഞു. ഇനി പാക്ക് ആക്കിയിട്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. കാരണം മോളിപ്പോൾ കരയാണ്. അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക, ഞാനൊക്കെ പാക്കാക്കിയിട്ട് വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. കാരണം മോള് ഡ്രസ്സ് ഇട്ട് കൊടുത്തു, അവൾ വാശിക്ക് അതൊക്കെ അയച്ച് കളഞ്ഞു. ഞാൻ അവളൊന്ന് റെഡിയാക്കട്ടെ. അവൾക്ക് കുറച്ചൊരു ഫോൺ കൊടുത്തിട്ടെങ്കിലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ഇടിച്ച് കൊടുക്കട്ടെ, അല്ലാതെ അവൾ ഡ്രസ്സ് ഇടുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പോകാൻ നേരം കാണിച്ചു തരാം. പിന്നെ ഞാൻ എൻ്റെ ഈ ചുരിദാർ കാണിച്ചു തരാം കേട്ടോ. മര്യാദയ്ക്ക് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ചുരിദാറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓൺലൈനിൽ വാങ്ങിയത് കേട്ടോ. മോൾക്കൊരു ഗ്രീനില്ല കഴിഞ്ഞ ദിവസം വാങ്ങിയ, അതാണ് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ റെഡിയാക്കട്ടെ. ഒരു മേലോട്ട് റോഡുണ്ട്, ആ റോഡ് മസാലത്തിന് വിളിച്ചാൽ മതി. 2 വണ്ടി കൊടുക്കാല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഉടുപ്പൊക്കെ ഇട്ട് അത് കഴിച്ചു കളഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട്. ഞാൻ അതിന് പോയില്ല. അങ്ങനെ മോളെ ഇരുത്തിയ ഇലയിൽ ചോറ് കൊടുത്തിട്ട് ആ ഇലയിൽ തന്നെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞങ്ങൾ വരുന്നതിന് മുമ്പിട്ട് അച്ഛനും അമ്മയൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ കൂട്ടാൻ ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോഴത്തേക്ക് അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാട്ടോ ഏട്ടനൊക്കെ ഫുഡ് കഴിച്ചത്. പിന്നെ അച്ഛനും അമ്മയും ഈ ഒരു കസേര അമ്മക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അവൾക്ക് സൈസിന് പറ്റിയിട്ടുള്ളൊരു കസേരയായിരുന്നു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴാണ് വാവ വേറൊരു ഗിഫ്റ്റും കൊണ്ട് വന്നത്. പിന്നെ അതും വാങ്ങിയിട്ട് ഞാനും അച്ഛനും കണ്ണനും കൂടിയാണ് വീട്ടിലേക്ക് വന്നത്. ഏട്ടനും അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാവ കൊണ്ടുപോയിട്ടുള്ള ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ നോക്കി. പിന്നെ സെറ്റാകാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരത് അവിടെ ഇട്ടിട്ട് പോയി. അവർ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുകളിലത്തെ വീട്ടിലെ സുഷമ ചേച്ചി മോൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് ഏട്ടനൊക്കെ വന്നത്. ഏട്ടനും ഏട്ടൻ കമ്പനിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നത് നമ്മുടെ മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡിങ് ടേബിളാണ് കേട്ടോ. ഇത് എപ്പോഴാണ് അവൾ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല, എങ്കിൽ പോലും അതും കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റഡിങ് ടേബിളൊന്നും ഉപയോഗിക്കാനുള്ള ടൈം ആയിട്ടില്ലെങ്കിലും സിയേൻ്റെ അടുത്ത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മോൾ കയറിയിരിക്കാനൊക്കെ. അപ്പോൾ എന്താണെങ്കിലും സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്ര പിറന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. ചോറ് ഇവിടെ ഉണ്ടാക്കിയില്ലല്ലോ, ചോറുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കുളിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ തോന്നുന്നു. കാരണം രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, രാവിലെ പൊലച്ചെണീക്കുകയും ചെയ്തു. അപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.